ഇന്ന് നമുക്ക് റംബൂട്ടാൻ കറി വെക്കാമേ. റംബൂട്ടാൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് തേങ്ങ അരച്ച് റംബൂട്ടാൻ കേൾക്കാം. 10 റംബൂട്ടാൻ നമുക്ക് പൊട്ടിച്ച് എടുക്കാം. എടുത്തിട്ട് നല്ലതായിട്ട് പഴുക്കണ്ട കേട്ടോ. ഒത്തിരി പഴുത്താൽ അതിന് മധുരമായിരിക്കും. ഇപ്പം നല്ലതായിട്ട് പഴുക്കാതെ ഇളം റംബൂട്ടാൻ പഴുത്തത് റംബൂട്ടാൻ എടുത്ത് നമുക്ക് പൊളിച്ചിട്ട് കറി വെക്കാം. തേങ്ങ അരച്ച് കറി വെക്കാം. നമ്മൾ ഈ കുമ്പളങ്ങായ വെള്ളരിക്കയൊക്കെ കറി വെക്കുന്ന പോലെ തന്നെ നമുക്ക് റംബൂട്ടാൻ എടുത്തിട്ട് കറി വെക്കാം. അപ്പോൾ 10 റംബൂട്ടാൻ എടുത്തു. എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. ഇന്ന് നമുക്ക് റംബൂട്ടാൻ കറി വെക്കാമേ. റംബൂട്ടാൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് തേങ്ങ അരച്ച് റംബൂട്ടാൻ കേൾക്കാം. 10 റംബൂട്ടാൻ നമുക്ക് പൊട്ടിച്ച് എടുക്കാം. എടുത്തിട്ട് നല്ലതായിട്ട് പഴുക്കണ്ട കേട്ടോ. ഒത്തിരി പഴുത്താൽ അതിന് മധുരമായിരിക്കും. ഇപ്പം നല്ലതായിട്ട് പഴുക്കാതെ ഇളം റംബൂട്ടാൻ പഴുത്തത് റംബൂട്ടാൻ എടുത്ത് നമുക്ക് പൊളിച്ചിട്ട് കറി വെക്കാം. തേങ്ങ അരച്ച് കറി വെക്കാം. നമ്മൾ ഈ കുമ്പളങ്ങായ വെള്ളരിക്കയൊക്കെ കറി വെക്കുന്ന പോലെ തന്നെ നമുക്ക് റംബൂട്ടാൻ എടുത്തിട്ട് കറി വെക്കാം. അപ്പോൾ 10 റംബൂട്ടാൻ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് നിരക്ക വെള്ളം ഒഴിക്കണം. എന്നിട്ട് 1 ഇഞ്ച് ഉപ്പിടാം. എന്നിട്ട് നമുക്ക് 2 പച്ചമുളക് ഇടാം. എന്നിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം. അതിന് നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ, പിന്നെ ചെറിയ ജീരകം, ഒരു പിഞ്ച്, പിന്നെ നമുക്ക് എരിക്ക് വേണ്ടിയിട്ട് 2 കാന്താരി, വെള്ള കാന്താരിയാണ്. അതിന് വലിയ എരിയൊന്നുമില്ല. ഇതും കൂടെ നമുക്ക് അരയ്ക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അതിനകത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇത് ശകലം കളറിന് വേണ്ടി ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ട് കളച്ച് ആവശ്യത്തിന് ഉപ്പിടാം. കളച്ചിട്ട് വാങ്ങി വെക്കാം. നമുക്ക് കടു വെക്കാം. ഇനി നമുക്ക് നമ്മുടെ റംബൂട്ടാൻ വെന്തു. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ നമുക്ക് അതിനകത്ത് ഒഴിക്കാം. കഴുകി വെക്കാം. കഴുകി വയ്ക്കാം. ചുമന്ന ഇടാം. താളിക്കാനാണ്. ചുമന്നുള്ളി ചുമന്നേ നമുക്കൊരു കടുക് ഇടാം. കടുക് പൊട്ടി നമുക്ക് 2 വറ്റൽമുളക് ഇടാം. 2 വട്ട കറിവേപ്പില ഇടാം. നമുക്ക് നമ്മുടെ റംബൂട്ടാൻ കറി റെഡി. സൂപ്പർ കറിയാണ്. ഞാൻ ആദ്യമായിട്ട് വെക്കുവാണ്. നല്ല ഒന്നാന്തരം ടേസ്റ്റുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് വെച്ച് നോക്കണം കേട്ടോ.